റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഫോർത്ത് മൊഡ്യൂൾ. അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൊഡ്യൂളുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ആവശ്യം വരും. ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലൊക്കെ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഫോർത്ത് മൊഡ്യൂളിലും ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഭാഗങ്ങളൊന്നും അറിയാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ പഠിക്കാത്ത നേരെ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എയർ കണ്ടീഷനിങ് സിസ്റ്റംസിനെ കുറിച്ചാണ്. എയർ കണ്ടീഷനിങ് എന്താണ്, എയർ കണ്ടീഷനിങ് എങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. The air conditioning is that branch of engineering science which deals with the study of conditioning of air. That is, supplying and maintaining desirable internal atmosphere conditions for human comfort irrespective of external conditions. This subject, in its broad sense, also deals with the conditioning of air for industrial purposes, food processing, storage of food and other materials. അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കണ്ടീഷനിങ് ഓഫ് എയർ. സ്റ്റഡി ഓഫ് കണ്ടീഷനിങ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ നമ്മൾ എയറിൻ്റെ കണ്ടീഷൻ ചുറ്റുപാടുള്ള കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിലനിർത്താം. അതെങ്ങനെയൊക്കെ ചെയ്യണം, അത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഹ്യൂമൻ കംഫോർട്ടിന് വേണ്ടി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസസിന് ഉപയോഗിക്കാം, ഫുഡ് പ്രോസസ്സിങ് അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കാം, മറ്റ് വസ്തുക്കളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംഫർട്ട് എയർ കണ്ടീഷനിങ്. ഇപ്പോൾ കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ കംഫർട്ടാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം. മനുഷ്യർക്ക് ഒരു പരിധിയിൽ കൂടുതൽ ചൂടോ ഒരു പരിധിയിൽ കൂടുതൽ തണുപ്പോ ഒന്നും താങ്ങാനുള്ള അല്ലെങ്കിൽ അത് വരുമ്പോൾ ഒരു അസ്വസ്ഥ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ആ കംഫർട്ടിന് വേണ്ടി ചെയ്യുന്ന എയർ കണ്ടീഷനിങ്ങിനെയാണ് നമ്മൾ കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ഈ കംഫർട്ട് എയർ കണ്ടീഷനിങ്ങിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യത്തേത് ടെമ്പറേച്ചർ ഓഫ് എയർ ആണ്. ടെമ്പറേച്ചർ ഓഫ് എയർ എന്ന് പറയുമ്പോൾ എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ ഒരു പരിധിയിൽ കൂടുതൽ കുറയുകയോ ചെയ്യാൻ പാടില്ല. നമുക്കൊരു കംഫർട്ട് തോന്നുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ വേണം. രണ്ടാമത്തത് ഹ്യൂമിഡിറ്റി ഓഫ് എയർ. ഹ്യൂമിഡിറ്റി ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഈ എയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് അത് ഒരു പരിധിയിൽ കൂടാനോ കുറയാനോ പാടില്ല. അത് വല്ലാതെ കുറയുകയാണെങ്കിൽ നമുക്കൊരു വരൾച്ച അനുഭവപ്പെടും. അതൊരു വല്ലാതെ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും, ഒരു ഉഷ്ണം അത് അല്ലെങ്കിൽ ഒരു വേറെ ഒരു തരത്തിലുള്ള അസ്വസ്ഥയൊക്കെ നമുക്ക് തോന്നും അല്ല. അടുത്ത് പ്യൂരിറ്റി ഓഫ് എയർ, എയറിൻ്റെ ശുദ്ധി. അത്രത്തോളം എയറിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എയറിലുള്ള ഓക്സിജൻ്റെ അളവ്. 2, എയറിലുള്ള പൊടിപടലങ്ങൾ. ഇതെല്ലാം എയറിൻ്റെ പ്യൂരിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ. അപ്പോൾ അതാണ് പ്യൂരിറ്റി ഓഫ് എയർ. അടുത്തത് മോഷൻ ഓഫ് എയർ. അപ്പോൾ മോഷൻ ഓഫ് എയർ എന്ന് പറയുന്നത് എയറിൻ്റെ മൂവ്മെൻറ്റ്. എയർ ഇപ്പോൾ ഈ പറയുന്ന മുകളിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്യൂരിറ്റി ഓഫ് എയർ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് മോഷൻ ഓഫ് എയർ, എയറിൻ്റെ ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും കൂടി ആവശ്യമാണ്. നമുക്കൊരു കംഫേർട്ട് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ എയർ മൂവ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, AC ആ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ബ്ലോവറിൻ്റെ കാറ്റ് എത്താത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ കാറ്റില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ കാറ്റുണ്ടെങ്കിൽ കുറച്ച് നന്നായി എന്നൊക്കെ തോന്നാം അല്ലേ. അപ്പോൾ മോഷൻ ഓഫ് എയറും വലിയൊരു ഘടകമാണ്. അപ്പോൾ മോഷൻ ഓഫ് എയർ എന്ന് പറയുമ്പോൾ വലിയ സ്പീഡിലുള്ളൊരു വായുപ്രവാഹമല്ല, നമുക്കൊരു കംഫേർട്ട് തോന്നുന്ന രീതിയിലുള്ള വായുപ്രവാഹം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്യൂരിറ്റി ആൻഡ് മോഷൻ ഓഫ് എയർ, ഈ 4 കാര്യങ്ങൾ എയർ കണ്ടീഷനിങ്ങിനെ കംഫർട്ട് എയർ കണ്ടീഷനിങ്ങിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകണം. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് എയർ. ഇൻ എയർ കണ്ടീഷനിങ് ദ കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ മീൻസ് ദ മെയിൻ്റനൻസ് ഓഫ് any desired temperature within an enclosed space even though the temperature of the outside air is above or below the desired room temperature. This is accomplished either by the addition or removal of heat from the enclosed space as and when demanded. It may be noted that a human being feels comfortable when the air is at 21 degrees Celsius with 56% relative humidity. അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഓഫ് എയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക്
ഒന്നുകിൽ ഹീറ്റ് ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ് ചെയ്യേണ്ടി വരും നമുക്ക് ഈ കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ ഹ്യൂമൻ കംഫേർട്ട് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജനറലി നമ്മൾ എടുക്കുന്നതാണ് ഒരു 21 ഡിഗ്രി സെൽഷ്യസ് വിത്ത് 56% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്ത ഹ്യൂമിഡിറ്റി ഓഫ് എയർ. The control of humidity of air means the decreasing or increasing of moisture content of air during summer or winter respectively in order to produce comfortable and healthy conditions. The control of humidity is not only necessary for human comfort but it also increases the efficiency of workers. In general, for summer air conditioning, the relative humidity should not be less than 60%, whereas for winter air conditioning, it should not be more than 40%. അപ്പോൾ ഈ 60-യും 40-യൊക്കെ ജനറലി നമ്മൾ എടുക്കുന്ന കുറേ ക്രൈറ്റീരിയ. അടുത്ത പ്യൂരിറ്റി ഓഫ് എയർ. It is an important factor for the comfort of human body. It has been noticed that people do not feel comfortable when breathing contaminated air, even if it is within acceptable temperature and humidity ranges. ഇപ്പോൾ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ കറക്റ്റ് ആണെങ്കിലും പ്യൂരിറ്റി ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ദസ് ഓബ്വിയസ് ദാറ്റ് പ്രോപ്പർ ഫിൽട്രേഷൻ, ക്ലീനിങ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ ഈസ് എസെൻഷ്യൽ ടു കീപ് ഇറ്റ് ഫ്രീ ഫ്രം ഡസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. അടുത്ത മോഷൻ ഓഫ് എയർ. The motion or circulation of air is another important factor which should be controlled in order to keep constant temperature throughout the conditioned space. It is therefore necessary that there should be equal distribution of air throughout the space to be air conditioned. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. എത്ര തരത്തിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. അതിൽ അക്കോർഡിംഗ് ടു ദ പർപ്പസ്, ഫസ്റ്റ് വൺ കംഫർട്ട് എയർ കണ്ടീഷനിങ്, രണ്ടാമത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. പിന്നെ അക്കോർഡിംഗ് ടു ദ സീസൺ ഓഫ് ദ ഇയർ, വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. ഇങ്ങനെ പലതരത്തിലുള്ള ഇത് പറയാം. അക്കോർഡിംഗ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്, യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം, രണ്ടാമത് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഈ യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് വിൻഡോ എ സി, സ്പ്ലിറ്റ് എ സി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഓരോ നിങ്ങൾക്ക് ഇത് ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ല. ക്ലാസിഫിക്കേഷൻ. യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്നത് യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആയിരിക്കും. സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് വലിയ വലിയ മാളുകളിലും സിനിമാ തിയേറ്ററിലും അതേപോലെയുള്ള ഷോപ്പിംഗ് മാളിലൊക്കെ ചെയ്യുന്നതാണ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. അത് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന വലിയ വലിയ ബിൽഡിങ്ങിലാണ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉപയോഗിക്കുക. യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് സാധാരണ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറിയൊരു റൂമിലോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിറ്ററി കണ്ടീഷൻ സിസ്റ്റം ഉപയോഗിക്കുക. യൂണിറ്ററി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 2 തരത്തിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും പറയാം. 2 തരത്തിലല്ല, നിങ്ങൾക്ക് പലതരത്തിലും അതിനെ ഇതാക്കി പറയാം. പക്ഷെ എന്നാലും നമുക്ക് വിൻഡോ ആൻഡ് സ്പ്ലിറ്റ് എന്നൊക്കെ തരത്തിലുള്ള പല പുസ്തകങ്ങളും പലതരത്തിൽ കാണാറുണ്ട്. അപ്പോൾ ആദ്യം കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇൻ കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ദ എയർ ഈസ് ബ്രോട്ട് ടു ദ റിക്വയർഡ് ഡ്രൈബിൾ ടെമ്പറേച്ചർ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഫോർ ദ ഹ്യൂമൻ ഹെൽത്ത്, comfort and efficiency. If sufficient data of the required condition is not given, then it is assumed to be 21 degrees Celsius drivable temperature and 50 degree relative humidity. നേരത്തെ നമ്മൾ 56 പറഞ്ഞു, ഇവിടെ 50 ആണ്. എന്നാൽ അതൊക്കെ ഒരു ജനറൽ ഡാറ്റയാണ് കേട്ടോ. The sensible heat factor is generally kept as following. For residence or private office 0.9, for restaurant or busy office 0.8, auditorium or cinema hall 0.7, ballroom, dance hall, etc. 0.6. The comfort air conditioning may be adopted for homes, offices, shops, restaurants, theaters, hospitals, schools, etc. Okay. Industrial air conditioning system. It is an important system of air conditioning these days in which the inside drivable temperature and relative humidity of the air is kept constant for proper working of the machines and for the proper research and manufacturing processes. അപ്പോൾ നമ്മൾ ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ഹ്യൂമൻ കംഫോർട്ടിലുപരിയായിട്ട് മെഷീനുകളും അതേപോലെ റിസർച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ CNC മെഷീൻസ് കണ്ടോ, അല്ല അത് ഈ എയർ കണ്ടീഷൻ റൂമിൽ വയ്ക്കുന്നത്, അതേപോലെ കമ്പ്യൂട്ടറുകൾ എയർ കണ്ടീഷൻ റൂമിൽ വെക്കുന്നത് കണ്ടോ, കമ്പ്യൂട്ടർ ലാബൊക്കെ ചിലപ്പോൾ എയർ കണ്ടീഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. Some of the sophisticated electronic and other machines need particular drivable temperature and relative humidity. ചില ഇലക്ട്രോണിക് ചില സങ്കീർണമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ മെഷീനുകൾക്കൊക്കെ ചില പ്രത്യേക ഡ്രൈബിൾ ടെമ്പറേച്ചർ, ചില പ്രത്യേക ടെമ്പറേച്ചറും ഒരു പർട്ടിക്കുലർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റേഞ്ചിലൊക്കെയാണ് നന്നായി വർക്ക് ചെയ്യുള്ളൂ. Sometimes these machines also require a particular method of psychrometric processes. This type of air conditioning system is used in textile mills, paper mills, machine parts, manufacturing plants, tool rooms, photo processing plants, etc.
അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ടെക്സ്റ്റൈൽ മിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ അത് ആ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ ആ നൂല് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ പേപ്പർ മിൽ, മെഷീൻ പാർട്സ് മാനുഫാക്ചറിങ്, ടൂൾ റൂംസ്, ഫോട്ടോ പ്രോസസ്സിംഗ് പ്ലാന്റ്സ്, ഇതൊക്കെ പല ഇൻഡസ്ട്രി അപ്ലിക്കേഷനാണ്. അടുത്ത് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് എന്ന് പറയുന്നത് വിൻ്ററിൽ എങ്ങനെയാണ് എയർ കണ്ടീഷൻ, എന്തൊക്കെയാണ് ആ ഒരു സമയത്തുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിലാദ്യം ഇവിടെ നോക്കാം. ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഡാമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പണിംഗ് വഴി പുറത്ത് അന്തരീക്ഷ വായു ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ വഴി ഫിൽറ്ററിങ് കഴിഞ്ഞ് നേരെ പ്രീ ഹീറ്റർ എന്ന് പറയുന്ന ഒരു ഹീറ്റിംഗ് കോയിലിലേക്ക് കടന്നു പോകുന്നു. അവിടുന്ന് ഇങ്ങനെ ഇവിടെ നോക്കാം, ഇവിടെ ഒരു ഹ്യൂമിഡിഫയർ എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ. ഒരു ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഹ്യൂമിഡിഫയർ വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ വഴി റീഹീറ്റ് കോയിൽ എന്ന് പറയുന്ന ഒരു കോയിൽ വഴി ഇങ്ങനെ കടന്ന് ഒരു ഫാന് വഴി എയർ കണ്ടീഷൻഡ് സ്പേസിലെത്തുന്നു. ഈ കണ്ടീഷൻഡ് സ്പേസിൽ എത്തുന്ന എയർ എന്ത് ചെയ്യുന്നു, വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു പോർഷൻ ഓഫ് എയർ എന്ത് പറയുമോ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സോസ്റ്റ് ചെയ്യപ്പെടും. അതിന് പകരമാണ് ഈ പറഞ്ഞ ഔട്ട്സൈഡ് എയർ ചെറിയ രീതിയിൽ ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത്, പുറത്തേക്ക് കൊടുക്കുന്നത്, ഒന്ന് നാച്ചുറലായിട്ടുള്ള മൂവ്മെൻറ്റ്, ഡോർ തുറക്കുക, വാതിൽ തുറക്കുക, അങ്ങനെയൊക്കെ ഭാഗങ്ങൾ ഇത് വരുമ്പോൾ കുറേ പുറത്തേക്ക് പോകും. അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള പ്യൂരിറ്റി, എയറിൻ്റെ പ്യൂരിറ്റി, ഓക്സിജൻ്റെ അളവൊക്കെ നിലനിർത്തുന്നതിനും ഈ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന എയറിൻ്റെ ഒരു പോർഷൻ എക്സോസ്റ്റ് ചെയ്യപ്പെടും, ബാക്കിയുള്ളത് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കും. ഓക്കെ, ഇത് റീസർക്കുലേറ്റ് ചെയ്യാതെ ഇത് നേരെ മുഴുവൻ എയർ പുറത്തേക്ക് വിട്ട് എന്താണ്ടാവുക, പുറത്തുനിന്നുള്ള എയറിനെ എടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ലോഡ് കൂടും അല്ലേ. അതാണ് ഇവിടെ സംഭവിക്കുക. അതുകൊണ്ടാണ് ഇത് നമ്മൾ റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. എന്തായാലും പുറത്തുനിന്ന് വരുന്ന, ഇപ്പോൾ ഇത് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്, നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന എയർ നല്ല ചൂടായിരിക്കും, തണുപ്പായിരിക്കും. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ പറയുന്ന ടെമ്പറേച്ചർ കൂട്ടാനായിട്ടുള്ള ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് വരുമ്പോൾ ഈ റീസർക്കുലേഷൻ നടക്കുന്ന സമയത്തും പുറത്തുള്ള എയറിനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ഈ ഭാഗത്തുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എക്സോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടുന്ന് ഇത് മുഴുവനായിട്ട് പുറത്തേക്ക് കളയുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് വലിയ എന്താ പറയുക, എനർജി ലോസ് ഉണ്ടാവും. കാരണം ഇവിടെയൊക്കെ ഹീറ്റ് ചെയ്യാൻ വീണ്ടും എനർജി ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ റീസർക്കുലേറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു ചിലവ്, എനർജി കൺസംഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, പുറത്തുനിന്നുള്ള എയർ വരുന്നു, എയറിനെ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഹ്യൂമിഡിഫയർ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള വാട്ടർ സ്പ്രേ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ കടന്ന് റീഹീറ്റ് കോയിലെത്തുന്നു. അവിടുന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിലെ പേര് തന്നെ ഓരോ കാര്യങ്ങളുണ്ട്. പ്രീ ഹീറ്റർ എന്ന് പറയുന്ന സാധനം, ഈ പ്രീ ഹീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഈ ഒരു ഇതിൽ പുറത്തുനിന്ന് വരുന്ന എയറിന്, സാധാരണ ഗതിയിൽ ഈ തണുപ്പ് കാലത്ത് വരുന്ന എയറിൽ, വിൻ്റർ സീസണിൽ വരുന്ന എയർ കുറച്ച് ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ മറ്റേ എയർ കണ്ടീഷൻഡ് ചെയ്ത റൂമുകളിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് മഞ്ഞ് കാലത്ത് നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഡ്രൈനെസ് കൂടുതലുള്ളൊരു സമയം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യണം, അതിൽ ഒരു വാട്ടർ, അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആദ്യം ഒരു പ്രീ ഹീറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് വെച്ച് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും, ചെറുതായിട്ട് ഈ എയറിനെ ഒന്ന് ചൂടാക്കും. അങ്ങനെ ചൂടാക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ സ്പ്രേ ചെയ്യുന്ന എയറിനെ പെട്ടെന്ന് ഈ എയർ വലിച്ചെടുക്കും. ഇവിടുന്ന് സ്പ്രേ ചെയ്യുന്ന വാട്ടറിനെ ഇവിടെയുള്ള എയർ വലിച്ചെടുക്കും. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൂടിയല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഈ എയറിലേക്ക് ഈ വാട്ടർ വേപ്പറൈസ് ചെയ്യപ്പെട്ട് ഇതിനകത്ത് ഈ എയറിൽ മിക്സ് ആവും. എന്നിട്ട് വീണ്ടും ഒരു റീഹീറ്റ് കോയിൽ, ഈ കോയിലിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രോപ്പർ എത്ര ടെമ്പറേച്ചറാണോ ഉള്ളിലേക്ക് ആവശ്യമുള്ളത് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. എന്നിട്ട് നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കടത്തിവിടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ആദ്യം തന്നെ നമ്മൾ ഈ കംപ്ലീറ്റ് ഹീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എന്തുണ്ടാവാം, ഇവിടെ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് റീഹീറ്റ് കോയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻ വിൻ്റർ എയർ കണ്ടീഷനിങ് ദ എയർ ഈസ് ഹീറ്റഡ് വിച്ച് ഈസ് ജനറലി അക്കമ്പനിഡ് ബൈ ഹ്യൂമിഡിഫിക്കേഷൻ. ദ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ദി സിസ്റ്റം ഈസ് ഷോൺ ഇൻ ഫിഗർ. The outside air flows through a damper and mixes up with the recirculated air. The mixed air passed through a filter to remove dust, dirt and other impurities. The air now passes through a preheat coil in order to prevent the possible freezing of water and to control the evaporation of water in the humidifier. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഇത് പ്രീ ഹീറ്റർ എന്താ പറയുക, ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നു. അതേപോലെ പ്രീ ഹീറ്റ് കോയിലിൽ കൂടെ പോകുന്നത് എന്തിനാണ്, ടു പ്രിവെൻറ്റ് ദ
freezing of water and to control the evaporation of water in the humidifier. അപ്പോൾ ഹ്യൂമിഡിറ്റി കൺട്രോളിംഗ് ആണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ വളരെ തണുത്ത എയർ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ താഴ്ന്ന ടെമ്പറേച്ചറൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അത് ആ എയർ ഫ്രീസ് ആവും അല്ലേ. നമ്മൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ യൂറോപ്പോ അല്ലെങ്കിൽ അങ്ങനെ വളരെ തണുപ്പ് കൂടിയ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ മഞ്ഞുകാലത്ത് വരുന്ന എയർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക തണുത്ത എയർ ആയിരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ നേരിട്ട് എയറിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ അത്ര തണുപ്പുള്ള സ്ഥലത്തൊക്കെ അത് ഫ്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രീ ഹീറ്റിങ്ങിൻ്റെ ഉദ്ദേശം. After that, the air is made to pass through a reheat coil to bring the air to designed dry bulb temperature. Now the conditioned air is supplied to the conditioned space by a fan. From the conditioned space, a part of the air is exhausted to the atmosphere by exhaust fans or ventilators. The remaining part of the used air is again conditioned as shown in figure. അപ്പോൾ എയർ കണ്ടീഷൻഡ് സ്പേസിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഭാഗം എയർ പുറത്തേക്ക് കളയുന്നു, ബാക്കി എന്ത് ചെയ്യുന്നു, വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യുന്നു. ദ ഔട്ട്സൈഡ് എയർ ഈസ് സക്ഡ് ആൻഡ് മെയ്ഡ് ടു മിക്സ് വിത്ത് റീസർക്കുലേറ്റഡ് എയർ. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ എത്തി വീണ്ടും. ഇൻ ഓർഡർ ടു മേക്ക് ദ ലോസ് ഓഫ് ദ കണ്ടീഷൻഡ് എയർ ത്രൂ എക്സോസ്റ്റ് ഫാൻസ് ഓർ വെന്റിലേഷൻ ഫ്രം ദ കണ്ടീഷൻ സ്പേസ്. അപ്പോൾ പുറത്തുനിന്ന് എയർ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സോസ്റ്റ് ചെയ്ത് കളയുന്ന എയറിന് പകരമായിട്ടാണ് വീണ്ടും പുറത്തുനിന്ന് ഈ റീസർക്കുലേറ്റ് ചെയ്ത എയറിൻ്റെ കൂടെ എയർ എടുത്ത് മിക്സ് ചെയ്യുന്നത്. അതേപോലെ ഓക്സിജൻ ലഭിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അടുത്തത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലും നമ്മൾ നേരത്തെ കണ്ട ചിത്രമായിട്ട് വളരെ വളരെ സാമ്യമുള്ളൊരു ചിത്രമാണ്. പക്ഷേ ഇവിടെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ഈ ഒരു ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ പ്രീ ഹീറ്ററിന് പകരം ഇവിടെ ഒരു ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ പ്രീ ഹീറ്ററിന് പകരം കൂളിംഗ് കോയിലാണ്. നേരത്തെ ഇവിടെ പ്രീ ഹീറ്റർ ആയിരുന്നു. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആകുമ്പോൾ ഹീറ്റ് ചെയ്യുന്നൊരു മെക്കാനിസം ആയിരുന്നു, പക്ഷേ ഇവിടെ കൂളിംഗ് കോയിലാണ്. പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ ഒരു പെർഫറേറ്റഡ് മെമ്പറൈൻ. ഇവിടെ ഒരു പെർഫറേറ്റഡ് മെമ്പറൈന്, ഈ മെമ്പറൈൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്. പിന്നെ ഈ ഹീറ്റ് ചെയ്ത എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു, എയർ കണ്ടീഷൻ സ്പേസിലേക്ക് പോകുന്നു. അവിടെ ഇങ്ങനെ ഒന്ന് സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് എയറിനെ എക്സോസ്റ്റ് ചെയ്യും, ബാക്കിയുള്ള എയർ റീസർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ ഈ ഔട്ട്സൈഡ് എയറിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എയറുമായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഈ ഫിൽറ്റർ വഴി കടന്നുപോയി ഇങ്ങനത്തെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ താഴെ ഒരു സമ്പുണ്ട് വെള്ളം ശേഖരിക്കാനായിട്ട്. അപ്പോൾ സാധാരണ ഇത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. അപ്പോൾ സാധാരണ സമ്മറിൽ എയർ ഇതിനകത്തേക്ക് വരുമ്പോൾ ആ എയറിന് നല്ല ചൂടും ഉണ്ടാവും, അതേപോലെ അതിൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവും, നല്ല വാട്ടർ കണ്ടൻറ്റും ഉണ്ടാവും. അപ്പോൾ അത് ഇതിനകത്ത് വന്ന് ഫിൽറ്റർ വഴി കടന്നു വന്ന് നേരെ ഒരു കൂളിംഗ് കോയിലെത്തുന്നു. കൂളിംഗ് കോയിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് തണുപ്പിക്കും. അങ്ങനെ തണുപ്പിക്കുന്ന സമയത്ത് എയർ തണുപ്പിക്കുന്ന സമയത്ത് എയറിൽ കുറച്ച് വെള്ളം ഫോം ചെയ്യും. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ഈ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളിങ്ങനെ ഐസിൻ്റെ ബാക്കിലൂടെയൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഈ എയർ തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെള്ളം ഒരു മെമ്പറൈൻ വെച്ച് ചെറുതായിട്ട് അതിൽ നിന്ന് ഇതിൽ കൂടെ ഈ പെർഫറേറ്റഡ് മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ഒരു എന്താ പറയുക ഒരു സ്ക്രീന്. അപ്പോൾ അതുകൂടെ കടത്തി വിടുന്ന സമയത്ത് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഇതിൽ തട്ടി താഴത്തേക്ക് വരും. ബാക്കി ഉള്ള എയർ ആ എയറിൽ മുഴുവൻ വെള്ളം പുറത്തു പോവില്ല, ചെറിയ വാട്ടർ കണ്ടൻറ്റ് ചെറിയ ഹ്യൂമിഡിറ്റി അതിലുണ്ടാവും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമിഡിറ്റി അതിൽ നിലനിർത്തും. എന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഈ എയറിനെ എന്ത് ചെയ്യും, നേരെ ഒരു ഹീറ്റിംഗ് കോയിലിലേക്ക് കടത്തി വിടുന്നു. ഈ ഹീറ്റിംഗ് കോയിലിലേക്ക് എന്തിനാണ് കടത്തി വിടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൂളിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇതിനേക്കാൾ കൂടുതൽ ഒരു എമൗണ്ട് കൂളിംഗ് ഇതിൽ ചിലപ്പോൾ കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡീഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ വെള്ളം അതിൻ്റെ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഹീറ്റിംഗ് കോയിൽ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ എയറിനെ ഈ കോയിലൂടെ കടത്തിവിട്ട് ഒരു ഫാൻ ഉപയോഗിച്ച് എയർ കണ്ടീഷൻ സ്പേസിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് എയർ കണ്ടീഷനിങ് ഇൻ വിച്ച് ദ എയർ ഈസ് കൂൾഡ് ആൻഡ് ജനറലി ഡീഹ്യൂമിഡിഫൈഡ്. ദ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് എ ടിപ്പിക്കൽ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഈസ് ഷോൺ ഇൻ ഫിഗർ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. The outside air flows through the damper and mixes up with the recirculated air. The mixed air passes through a filter to remove dirt, dust and other impurities. The air now passes through a cooling coil. The cooled air passes through a perforated membrane and loses its moisture in the condensed form which is collected in a sump. ഇപ്പോൾ ആ മെമ്പറൈനിലൂടെ കടന്നു പോകുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും, ആ മോയ്സ്ചറൊക്കെ അതിൽ തട്ടി അങ്ങനെ താഴത്തേക്ക് ആ സമ്പിലേക്ക് ശേഖരിക്കപ്പെടും. ആഫ്റ്റർ ദാറ്റ് ദ എയർ ഈസ് മെയ്ഡ് ടു പാസ് ത്രൂ ഹീറ്റിംഗ് കോയിൽ വിച്ച് ഹീറ്റ്സ് അപ്പ് ദ എയർ സ്ലൈറ്റ്ലി. ദിസ് ഈസ് ഡൺ ടു ബ്രിങ് ദ എയർ ടു ദ ഡിസൈൻഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ,
Now the conditioned air is supplied to the conditioned space by a fan. From the conditioned space, a part of the used air is exhausted to the atmosphere by exhaust fans or ventilators. The remaining part of the used air is again conditioned. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എക്സോസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു ഭാഗം നമ്മൾ ഈ വരച്ച ചിത്രത്തിലില്ല. എന്ന് പറയുമ്പോൾ എയർ കണ്ടീഷൻഡ് സ്പേസിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് കളയുമെന്ന് പറഞ്ഞല്ലോ, അതിപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിലുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഡോറുകളും വിൻഡോസൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ അതുവഴിയൊക്കെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചിത്രത്തിൽ കാണിച്ചിട്ടില്ല, പക്ഷേ എന്നാലും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അടുത്ത് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വേനൽക്കാലത്തും അതേപോലെ തന്നെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രണ്ട് സമയത്തേക്കും ഉപയോഗിക്കാനുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ചെറിയ കുറച്ച് മാറ്റങ്ങളുള്ളത്, ഇവിടെ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു കൂളിംഗ് കോയിലും ഒരു ഹീറ്റിംഗ് കോയിലും ഉണ്ട്, ഒരു ഹ്യൂമിഡിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തണുപ്പ് കാലത്താണെങ്കിൽ നമുക്കറിയാം, തണുപ്പ് കാലത്ത് നമുക്ക് ചൂടാക്കണം എയറിനെ, വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് അതിനെ തണുപ്പിക്കണം. അപ്പോൾ തണുപ്പ് കാലത്ത് ഈ പറഞ്ഞ പോലെ ഈ എയർ എടുത്തിട്ട് ഫിൽട്ടർ ചെയ്ത്, തണുപ്പ് കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഹ്യൂമിഡിഫയറിലൂടെ കടത്തിവിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കടത്തിവിടും. ഓക്കെ, അതേപോലെ വേനൽക്കാലത്താണെങ്കിൽ എയറിനെ എടുത്ത് ഫിൽട്ടർ ചെയ്ത് കൂളിംഗ് കോയിലിലൂടെ കടത്തിവിട്ട് നേരെ എന്ത് ചെയ്യും, നേരെ ഇതുവഴി കടത്തിവിടും. അപ്പോൾ ഇതിൻ്റെ നമ്മളപ്പോൾ ചോദിക്കും, അപ്പോൾ വേനൽക്കാലത്ത് എവിടെ പ്രീ ഹീറ്റർ, അതുപോലെ മറ്റേ നേരത്തെ കണ്ടതിലത്തെ ഡാമ്പർ എവിടെയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ സിസ്റ്റങ്ങളും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാ ഘടകങ്ങളും നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഈ ചിത്രങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അതല്ലാതെ നമുക്കതിൽ ഈച്ച് ആൻഡ് എവരി പാർട്ട് കാണിക്കുക എന്നുള്ളൊരു സംഭവമില്ല. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കൂളിംഗ് കോയിലുണ്ട്, അതുപോലെ ഹീറ്റിംഗ് കോയിലുണ്ട്, ഹ്യൂമിഡിഫയർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് വരുന്ന സംഭവങ്ങളാണ്. പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ വയ്ക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങൾക്ക് ആ സ്ഥലത്തെ എന്താ പറയുക കാലാവസ്ഥയായിട്ട് വലിയൊരു ബന്ധമുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്യുന്നൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണെങ്കിൽ അതിൽ ചിലപ്പോൾ ഈ ഹീറ്റിംഗ് മെത്തേഡ്സ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മളവിടെ അങ്ങനെ ഒരു എക്സ്ട്രീം ഒരു തണുപ്പ് ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തണുപ്പ് കാലം, വലിയൊരു മഞ്ഞുകാലം, ശക്തമായിട്ടുള്ള തണുപ്പുള്ളൊരു കാലം ഒന്നും നമ്മുടെ നാട്ടിലേക്ക്, ഇപ്പോൾ കേരളത്തിലൊരു കാലാവസ്ഥയൊക്കെ അങ്ങനെ അധികം വരുന്നില്ല. അതേസമയം നമ്മളുടെ നാട്ടിൽ എന്ത് വരുന്നുണ്ട്, നല്ല ശക്തമായ അത്യാവശ്യം നല്ല ചൂട് ഉള്ള ഒരു വേനൽക്കാലം വരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് സാധാരണ കൂളിംഗ് പർപ്പസ് മാത്രമാണ് ഈ പറയുന്ന എന്താ പറയുക സമ്മർ സിസ്റ്റംസാണ് ഉപയോഗിക്കാറ്. അതേപോലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ തണുപ്പ് കാലത്ത് നല്ല തണുപ്പും വേനൽക്കാലത്ത് നല്ല ചൂടും അനുഭവപ്പെടും. അതല്ലെങ്കിൽ പകൽ നല്ല ചൂടും രാത്രി നല്ല തണുപ്പും അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ, അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഇയർ റൗണ്ട് സിസ്റ്റംസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോ സിസ്റ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, The year-round air conditioning system should have equipment for both the summer and winter air conditioning. The outside air flows through the damper and mixes up with recirculated air. The mixed air passes through a filter to remove dirt, dust and other impurities. In summer air conditioning, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ സിസ്റ്റത്തിലും ഉള്ളതാണ്. ഇൻ സമ്മർ എയർ കണ്ടീഷനിങ് ദ കൂളിംഗ് കോയിൽ ഓപ്പറേറ്റ്സ് ടു കൂൾ ദ എയർ ടു ദ ഡിസൈർഡ് വാല്യൂ. The dehumidification is obtained by operating the cooling coil at a temperature lower than dew point temperature. ഓക്കെ, അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിൽ ഈ പറയുന്ന കൂളിംഗ് കോയിൽ ഉപയോഗിച്ച് തണുപ്പിക്കുന്നു. അതുപോലെ ഡീഹ്യൂമിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനെ ആ കടന്നു വരുന്ന എയറിൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്നൊരു ടെമ്പറേച്ചറിലേക്ക് ആക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് കോയിലെങ്കിൽ അവിടെ കുറേ ആ കോയിലിൽ തട്ടുന്ന സമയത്ത് കുറേ എയറിലുള്ള കുറേ വാട്ടർ പാർട്ടിക്കിൾസ് പേപ്പർ എന്ത് ചെയ്യും, വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അങ്ങനെ അത് പുറത്തേക്ക് പോകും. അതേപോലെ ഇൻ വിൻ്റർ ദ കൂളിംഗ് കോയിൽ ഈസ് മെയ്ഡ് ഇനോപ്പറേറ്റീവ് ആൻഡ് ഹീറ്റിംഗ് കോയിൽ ഓപ്പറേറ്റ്സ് ടു ഹീറ്റ് ദ എയർ. ദ സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ ഈസ് യൂസ്ഡ് ടു ഹ്യൂമിഡിഫൈ ദ എയർ. വിൻ്ററിലാകുമ്പോൾ കൂളിംഗ് കോയിലിന് പകരം ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കും, അതേപോലെ ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇയർ റൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് സിസ്റ്റങ്ങളിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ഒന്നുകിൽ വിൻ്റർ, അല്ലെങ്കിൽ സമ്മർ, അല്ലെങ്കിൽ ഇയർ റൗണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചിത്രമാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും ഈ മൂന്ന് ചിത്രങ്ങൾ പഠിക്കാതെ പോകരുത്. പിന്നെ ഈ മൂന്ന് ചിത്രങ്ങളും വളരെ സിമിലറാണ് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്
ഏതിലാണ് ഹ്യൂമിഡിഫയർ വരുന്നത്, ഏതിലാണ് ഡീഹ്യൂമിഡിഫയർ വരുന്നത്, അല്ലെങ്കിൽ ഏതിലാണ് ഹീറ്റിംഗ്, ഏതിലാണ് കൂളിംഗ്, പ്രീ ഹീറ്റിംഗ് എവിടെയാണ് വരുന്നത്, പെർഫോറേറ്റഡ് മെമ്പറൈൻ ഏതിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവണം. അപ്പോൾ നിങ്ങളിത് കണ്ടുപഠിക്കരുത്, നിങ്ങളിത് 2-3 തവണ പാരലായിട്ട് വരയ്ക്കാം. പാരലായിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടോ വിൻ്റർ, സമ്മർ, ഇയർ റൗണ്ട് അങ്ങനെ ക്രമമായിട്ട് സൈഡ് ബൈ സൈഡായിട്ട് തന്നെ വരയ്ക്കുക. 3 ലൈനൊക്കെ വേണമെങ്കിൽ സ്കെയിൽ വെച്ച് വരച്ച് ഇത് താഴത്തേക്ക് ഒരു 2-3 തവണ വരയ്ക്കുക. ഓരോ ചിത്രങ്ങളും വെവ്വേറെ എടുത്ത് വരയ്ക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പാരിസൺ പെട്ടെന്ന് നടക്കും. എവിടേക്കാണ് പ്രശ്നങ്ങളുള്ളതെന്നുള്ളത് അല്ലെങ്കിൽ എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾ ഓർമ്മയിൽ നിൽക്കും. അതല്ലാതെ നിങ്ങളിത് വെറുതെ വായിച്ചു പഠിക്കുക അല്ലെങ്കിൽ നോക്കി പഠിച്ച ചിത്രം ഒരിക്കലും നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചിത്രം മാറിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല ആൻസർ ഷീറ്റുകളും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഷീറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു വലിയ നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളതിനെ 3 ആക്കി ഡിവൈഡ് ചെയ്ത് ആ 3 ലൈനിട്ട് 3 കോളം ഉണ്ടാക്കി ആ 3 കോളത്തിലും ഈ ചിത്രങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് 2-3 തവണ താഴെ ഈ 3 ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഐഡിയ കിട്ടും. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതേപോലെ എന്താ പറയുക ഈ പറയുന്ന ടൈപ്സ് ഓഫ് എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ സമ്മർ, വിൻ്റർ, ഇയർ റൗണ്ട് സിസ്റ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒട്ടുമിക്ക പരീക്ഷാ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ടത് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.